ഈ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ഇദ്ദേഹവുമായി തന്നെയായിരുന്നു നേരത്തെ മാഡ്രിഡിലെത്തിയപ്പോൾ ഈ മന്ത്രി സംസാരിച്ചതും ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൂടി പ്രാഥമികമായ ഒരു സംസാരം നടത്തിയതും ഇദ്ദേഹവുമായിട്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ പുറത്തു വരുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ ഈ സംസാരിച്ചു എന്ന് പറയുന്നതിന്, അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാവുന്ന ഒന്നാണോ? അങ്ങനെയെങ്കിൽ കരാർ പാലിക്കാത്തത് കേരള സർക്കാരാണെന്ന് പറയുമ്പോൾ ഒരു കരാർ ഉണ്ടാക്കിയെന്ന് സമ്മതിക്കുന്നുണ്ടോ എഫ് എ? സൈഫു, തീർച്ചയായും കായികമന്ത്രി ഉൾപ്പെടെയുള്ള സംഘം അർജന്റീനയിൽ അല്ലെങ്കിൽ മാഡ്രിഡിൽ ചെന്ന് സ്പെയിനിൽ ചെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാരവാഹികളുമായി കണ്ട് ഒരു ചർച്ച നടത്തിയെന്നൊക്കെ മുൻപ് പറഞ്ഞിരുന്നു. അവരോടൊപ്പം ഒരു ജേഴ്സി കൈപ്പിടിച്ചുള്ള ഒരു ഫോട്ടോയൊക്കെ വന്നിരുന്നു. ആ ഒരു സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് ഇപ്പോൾ എഫയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള ലിയാൻഡ്രോ പീറ്റേഴ്സൺ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്ന ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന് നൽകിയ ഒരു ഓൺലൈനിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിന്റെ കൈവശത്ത് നിന്ന് 130 കോടി രൂപ വാങ്ങിച്ചിട്ട് എന്തുകൊണ്ട് കരാർ ബ്രേക്ക് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നോട്ട് ട്രൂ, നോ വേ, ആൻഡ് ദ വൺ ഹു ഡിഡ് നോട്ട് ഫുൾഫിൽ ദ എഗ്രിമെന്റ് വാസ് ദ കേരള ഗവൺമെന്റ്, ഇറ്റ് ബ്രീച്ച് ദ കോൺട്രാക്ട്, താങ്ക് യു. ഇങ്ങനെയാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് കോൺട്രാക്ട് ലംഘിച്ചത് കേരള സർക്കാർ തന്നെയാണ് എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കോൺട്രാക്റ്റിൽ ലംഘനം ഉണ്ടായത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ കോൺട്രാക്ട് ലംഘിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഒരുപക്ഷെ ആ ഒരു കരാറിലുള്ള ഒരു ക്ലോസർ ആയിരിക്കും, അത് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹം ആ കാര്യത്തിൽ ഒരു മറുപടി പറയാത്തത്. പക്ഷേ ഈ കാര്യത്തിൽ കേരള സർക്കാർ ഒരു കൃത്യമായ മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം സ്പോൺസറിന് മേൽ പൂർണ്ണമായും ഈ ഉത്തരവാദിത്വം ഇട്ടുകൊടുത്തിട്ട് സർക്കാരിന് പിന്മാറാൻ കഴിയില്ല. കാരണം അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള സംഘമാണ് അന്ന് മാഡ്രിഡിൽ ചെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കണ്ടതും കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതുമൊക്കെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്പോൺസറിന് മാത്രം എന്തുകൊണ്ട് ചുമതല നൽകി എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം സ്പോൺസർ നടത്തിയ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു കൃത്യമായി തങ്ങൾ പൈസ അടച്ചു, കരാർ പ്രകാരമുള്ള പണം അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനാണ് ഇപ്പോൾ ആ കരാർ ലംഘിച്ചിരിക്കുന്നത്. ആദ്യം അവർ ഒക്ടോബറിൽ വരാമെന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷമാണ് തങ്ങൾ പണം അടച്ചത്. എന്നാൽ പണം ലഭിച്ചതിന് ശേഷം അവർ ഒക്ടോബറിൽ വരാൻ കഴിയില്ല, അടുത്ത വർഷം സെപ്റ്റംബറിൽ മാത്രമേ വരാൻ കഴിയൂ എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം വെല്ലുവിളികളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലേക്ക് വരാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലും കളിക്കാൻ സമ്മതിക്കില്ല എന്നുൾപ്പെടെയുള്ള വെല്ലുവിളികൾ അദ്ദേഹം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു പ്രതികരണം വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്പോൺസറുടെയും സർക്കാരിൻ്റെയും ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആരോപണത്തെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ഇപ്പോൾ എഫയുടെ പ്രതിനിധിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ കൂടുതലായ ഒരു പ്രതികരണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അബ്ദുറഹ്മാൻ പറയുകയുണ്ടായി, മലപ്പുറത്ത് അല്ലെങ്കിൽ മഞ്ചേരിയിൽ മെസ്സിയെ കൊണ്ടുവരും, 72 കോടി രൂപ മുടക്കിയ ഒരു സ്റ്റേഡിയം പണിയും, ആ സ്റ്റേഡിയത്തിലായിരിക്കും മെസ്സി കളിക്കുക, ഇപ്പോൾ നിലവിലുള്ള സ്റ്റേഡിയം പ്രാക്ടീസ് പിച്ചായി ഉപയോഗിക്കും എന്നുൾപ്പെടെയുള്ള ഒരു കാരണങ്ങൾ അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു. നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, മെസ്സി ഉൾപ്പെടെയുള്ള സംഘത്തിന് അല്ലെങ്കിൽ മെസ്സിക്കും അർജന്റീന ടീമിനും കേരളത്തിൽ കളിക്കാൻ ആഗ്രഹമുണ്ട്, തങ്ങളോട് ഇങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഇത്തരത്തിലൊരു ഉറപ്പുകളൊന്നുമില്ലാതെ എന്തുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതെന്ന് ഉൾപ്പെടെ ഇപ്പോൾ ഒരു ചോദ്യമാണ്. ഇക്കാര്യത്തിൽ എന്തായാലും ഒരു രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് തന്നെ മാറുകയാണ്. എന്തായാലും അബ്ദുറഹ്മാൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി പറയേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സൈഫു, ശരി, വീണ്ടും സാജുവിലേക്ക്. സാജു, ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് നീങ്ങുന്നു. അല്പസമയം മുമ്പ് സണ്ണി ജോസഫിന്റെയും ഷാഫി പറമ്പിലിന്റെയും പ്രതികരണം നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു CPM-നെതിരെ, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പാകത്തിലുള്ള കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ വടിയായി പ്രയോഗിക്കാമെന്നൊരു സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. വലിയ തോതിൽ ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അബ്ദുറഹ്മാന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസവും പല ഘട്ടങ്ങളിൽ നമ്മൾ ഇവിടെ നിന്ന് തേടിയതാണ്, പക്ഷേ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം പോകുന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ എഫയുടെ ഒരു ഔദ്യോഗിക പ്രതിനിധി കരാർ ലംഘനം നടന്ന കേരളത്തിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് അസന്നിഗ്ധമായി പറയുമ്പോൾ അതിനൊരു പുതിയ മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് എപ്പോഴുണ്ടാകും? മന്ത്രി മറുപടി പറഞ്ഞേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ഏതെങ്കിലും സ്പോൺസറുടെ മേലല്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പഴിചാരിയിരിക്കുന്നത്, അത് സംസ്ഥാനത്തിന്റെ മേലിലാണ്, കേരളത്തിന്റെ മേലിലാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. അപ്പോൾ കായിക മന്ത്രി വി അബ്ദുറഹ്മാന് അങ്ങനെ മൗനം പാലിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. ഇതിനെ രാഷ്ട്രീയ ആയുധമാകുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നിരുന്നു, ഈ ഓരോ പ്രഖ്യാപനവും മന്ത്രി നടത്തുന്നതല്ല പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥകളിൽ തന്നെയായിരുന്നു. ആദ്യം ചേലക്കരയും പാലക്കാടും വയനാടും അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ആദ്യത്തെ പ്രഖ്യാപനത്തിൽ സംശയം തോന്നിയവർക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് മെസ്സി വരുമെന്നത് അതിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നടത്തിയത് മന്ത്രി വി അബ്ദുറഹ്മാനാണ്. പിന്നീടും അത് നടത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വി അബ്ദുറഹ്മാൻ നടത്തുന്നത്. അവസാനം ഇത് വരില്ല എന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മാത്രം സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള കാശിന്റെ ചെലവില്ല എന്നു പറഞ്ഞു പോകാൻ ശ്രമിച്ചതും വി അബ്ദുറഹ്മാനാണ്. അവിടെയാണ് അബ്ദുറഹ്മാൻ
പാരീസിലടക്കം പോയതിന്റെ പണമായി 13 ലക്ഷം രൂപയുടെ ചെലവിന്റെ കണക്കുകൾ പുറത്തു വന്നത്. അപ്പോഴും മന്ത്രി മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. ഇവിടെ മന്ത്രി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ കായിക പ്രേമികളെ വഞ്ചിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കൂടി അറിവോടെയാണോ എന്നുകൂടി മന്ത്രി വിശദീകരിക്കേണ്ടതിലേക്കാണ് രാഷ്ട്രീയമായി കാര്യങ്ങളുടെ പോക്ക്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നത്.